ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പുതിയ രൂപവും ഹൈടെക് ഫീച്ചറുകളുമായി അടുത്ത തലമുറ കിയ സോണറ്റ് ഇന്ത്യൻ വിപണിയിലെത്തുന്നു. ഹൈബ്രിഡ് ടെക്കും പനോരമിക് സൺറൂഫും അടക്കമുള്ള വമ്പൻ മാറ്റങ്ങളുമായി ഉപയോക്താക്കൾക്ക് കൂടുതൽ പ്രീമിയം അനുഭവം നൽകുകയാണ് കിയയുടെ ലക്ഷ്യം. ഇന്ത്യൻ വിപണിയിൽ ജനപ്രിയമായ കിയ സോണറ്റിന്റെ അടുത്ത തലമുറ മോഡൽ എത്തുന്നു. കൂടുതൽ സ്പോർട്ടിയും പ്രീമിയവുമായി സോണറ്റിനെ അവതരിപ്പിക്കാനാണ് കിയയുടെ നീക്കം. കമ്പനിയുടെ പുതിയ K1 പ്ലാറ്റ്ഫോമിലാകും പുതിയ സോണറ്റ് നിർമ്മിക്കുക. ഇതിലൂടെ സുരക്ഷയും ഇന്റീരിയർ സ്പേസും മെച്ചപ്പെടുമെന്നാണ് സൂചന. 2027 മോഡൽ പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷ. പിന്നാലെ 2029 സോണറ്റിന്റെ ശക്തമായ ഹൈബ്രിഡ് പതിപ്പും അവതരിപ്പിക്കാനാണ് കിയയുടെ പദ്ധതി. പുതിയ സോണറ്റിന്റെ ഡിസൈനുകളിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ലംബ ടെയിൽ ലൈറ്റുകൾ, പുതുക്കിയ ഫ്രണ്ട് ഗ്രിൽ, സ്പ്ലിറ്റ് ഹെഡ്ലാമ്പുകൾ, പുതിയ ബമ്പർ, 16 ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ എന്നിവ കാറിന് കൂടുതൽ ആകർഷകമായ ലുക്ക് നൽകും. ഇന്റീരിയറിലും വൻ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ആഡംബര അനുഭവം യാത്രക്കാർക്ക് ലഭ്യമാക്കാനാണ് കിയയുടെ ശ്രമം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്ക് തട്ടിപ്പുകൾ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വലിയ വെല്ലുവിളിയാകുന്നതായി റിപ്പോർട്ട്. ക്വിക്ക്ഫീൽഡ് ടെക്നോളജീസിന്റെ സുരക്ഷാ വിഭാഗമായ സെക്രീറ്റ് പുറത്തുവിട്ട പഠനത്തിലാണ് ഈ മുന്നറിയിപ്പ്. വ്യാജ ശബ്ദവും വീഡിയോയും ഉപയോഗിച്ച് യഥാർത്ഥ ആളുകളെന്ന രീതിയിൽ തട്ടിപ്പുകാർ ഇടപെടുന്നതിലൂടെ ബാങ്കുകളുടെ പരമ്പരാഗത പരിശോധനാ സംവിധാനങ്ങൾ പോലും മറികടക്കപ്പെടുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബാങ്ക് മാനേജർമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, ഉപഭോക്താക്കൾ എന്നിവരുടെ ശബ്ദവും രൂപവും കൃത്യമായി അനുകരിച്ച് വ്യാജ പണമിടപാടുകളും അക്കൗണ്ട് കൈക്കലാക്കലുകളും നടക്കുന്നുണ്ട്. ഒക്ടോബർ 2024 മുതൽ സെപ്റ്റംബർ 2025 വരെ രാജ്യത്ത് 26 കോടിയിലധികം സൈബർ ആക്രമണങ്ങളാണ് കണ്ടെത്തിയത്. ശരാശരി ഓരോ മിനിറ്റിലും 505 ആക്രമണങ്ങൾ നടക്കുന്നുവെന്നാണ് കണക്ക്. ട്രോജനുകൾ, ഫയൽ ഇൻഫെക്ടറുകൾ തുടങ്ങിയ മാൽവെയറുകളിലൂടെ ഭൂരിഭാഗം തട്ടിപ്പുകളും ആരംഭിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഫോൺ, വീഡിയോ കോളുകൾ വഴി ഉപഭോക്താക്കളുമായി ഇടപെടുന്ന ബാങ്കുകൾക്ക് ഡീപ് ഫേക്ക് തട്ടിപ്പുകൾ തിരിച്ചറിയുക വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അതേസമയം ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ബാധ്യത ബാങ്കുകൾക്കുണ്ട്. വിവര ചോർച്ച സംഭവിച്ചാൽ വലിയ പിഴയും വിശ്വാസ്യത നഷ്ടപ്പെടലും നേരിടേണ്ടി വരും. പഴയ പരിശോധനാ രീതികൾക്ക് പകരം കൂടുതൽ ശക്തമായ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പുതിയ ജിമെയിൽ അക്കൗണ്ട് ആരംഭിക്കുന്നവർക്ക് ഗൂഗിൾ നൽകി വരുന്ന 15 GB സൗജന്യ ക്ലൗഡ് സ്റ്റോറേജിൽ മാറ്റം വരുത്താൻ കമ്പനി. പുതിയ അക്കൗണ്ടുകൾക്ക് തുടക്കത്തിൽ 5 GB സൗജന്യ സ്റ്റോറേജ് മാത്രം നൽകുന്ന പുതിയ നയമാണ് ഗൂഗിൾ പരീക്ഷിക്കുന്നത്. പുതിയ ഗൂഗിൾ അക്കൗണ്ട് തുറക്കാൻ ശ്രമിച്ച ചില ഉപയോക്താക്കളാണ് ഈ മാറ്റം ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. സാധാരണയായി ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഫോട്ടോസ് എന്നിവയ്ക്കെല്ലാം ചേർന്നാണ് 15 GB സൗജന്യ സ്റ്റോറേജ് ലഭിക്കുന്നത്. എന്നാൽ പുതിയ സംവിധാനത്തിൽ ഉപയോക്താക്കൾക്ക് 5 GB സ്റ്റോറേജുമായി തുടരുകയോ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് മുഴുവൻ 15 GB അൺലോക്ക് ചെയ്യുകയോ ചെയ്യാം. ഈ പരീക്ഷണം ഗൂഗിൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളിലായി പരിമിതമായ രീതിയിലാണ് നിലവിൽ ഇത് നടപ്പിലാക്കുന്നത്. അക്കൗണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുക, ഡാറ്റ റിക്കവറി എളുപ്പമാക്കുക, വ്യാജ അക്കൗണ്ടുകളും സ്പാം സന്ദേശങ്ങളും കുറയ്ക്കുക എന്നിവയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് കമ്പനി വ്യക്തമാക്കി. ഒരു വ്യക്തി ഒന്നിലധികം അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് സൗജന്യ സ്റ്റോറേജ് ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത്. ഇന്ത്യയിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുള്ള ഉപയോക്താക്കൾക്കായി ഈ മാറ്റം ഇപ്പോൾ കാണാൻ കഴിയും. നിലവിൽ ജിമെയിൽ ഉപയോഗിക്കുന്നവരെ ഈ മാറ്റം ബാധിക്കില്ലെന്നും പുതിയ അക്കൗണ്ടുകൾക്ക് മാത്രമായിരിക്കും പുതിയ നിബന്ധന ബാധകമാവുകയെന്നും ഗൂഗിൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.